കെ.പി.സി.സിയുടെ വയനാട് പുനരധിവാസ പദ്ധതിക്കുള്ള ഫണ്ട് ശേഖരണത്തിലെ കണക്കുകളിൽ പൊരുത്തക്കേടെന്ന ആരോപണം. 5,38,00,000 രൂപ മാത്രമാണ് ഫണ്ട് ശേഖരണത്തിലൂടെ ലഭിച്ചതെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കുമ്പോൾ വ്യക്തികളും സംഘടനകളും നൽകിയ ലക്ഷക്കണക്കിന് രൂപയുടെ സംഭാവനകൾ പൂർണ്ണമായും ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ആരോപണം. എന്നാൽ ആപ്പ് മുഖേന 3,78,00,000 രൂപ മാത്രമാണ് ലഭിച്ചതെന്നും പ്രതീക്ഷിച്ച ഫണ്ട് കിട്ടാതെ വന്നതോടെയാണ് ഇത് പിൻവലിച്ചതെന്നും ആപ്പ് തയ്യാറാക്കിയ IT സ്ഥാപന ഉടമ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സെപ്റ്റംബർ 4-ന് കെ.പി.സി.സിയുടെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് രാഹുൽ ഗാന്ധി 2,30,000 രൂപ നൽകിയത് സംബന്ധിച്ച് കെ. സുധാകരൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അതുവരെ 57,73,000 രൂപ ലഭിച്ചതായി പറയുന്നത്. ഇനി മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി പങ്കുവച്ച വിവരങ്ങൾ കാണുക. ഏഷ്യൻ മെഡിക്കൽ ഗ്രൂപ്പ് 25 ലക്ഷം, പ്രവാസി വ്യവസായി 8 ലക്ഷം, കോൺഗ്രസ് ചുങ്കത്തറ മണ്ഡലം കമ്മിറ്റി 1.5 ലക്ഷം, ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് 20 ലക്ഷം, ബ്രീസ് ഹോൾഡിംഗ്സ് ചെയർമാൻ 10 ലക്ഷം രൂപ. ഇങ്ങനെ നിരവധി പേർ നൽകിയ സംഭാവനകൾ പരിശോധിക്കുമ്പോൾ പ്രഖ്യാപിച്ചതിലും കൂടുതൽ തുക ഉണ്ടാകുമെന്നാണ് ആരോപണം. എന്നാൽ ഫണ്ട് ശേഖരണത്തിനുള്ള ആപ്പ് മുഖേന 3,78,00,000 രൂപ മാത്രമാണ് ലഭിച്ചതെന്ന് ആപ്പ് തയ്യാറാക്കിയ സ്പൈൻ കോഡ് സൊല്യൂഷൻ സ്ഥാപകൻ അഷ്ഹർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആപ്പ് മുഖേന 54 കോടി കിട്ടിയെന്നത് തെറ്റായ വിവരമാണ്. ഫണ്ട് വരവ് നിന്നതോടെയാണ് ആപ്പ് പിൻവലിച്ചതെന്നും ചെക്ക് മുഖേന കിട്ടിയ പണം അക്കൗണ്ടിൽ വരുന്നതിനനുസരിച്ച് കൂട്ടിച്ചേർക്കുകയാണെന്നും അഷ്ഹർ പ്രതികരിച്ചു. അക്കൗണ്ടിംഗ് ടീമുണ്ട്, അപ്പോൾ അവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ക്ലിയർ ചെയ്യും. നമ്മൾ കറക്റ്റായിട്ട് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആയതിനു ശേഷം അത് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇത് അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആപ്പ് തയ്യാറാക്കാൻ ലഭിച്ച 9 ലക്ഷം GST ഉൾപ്പെടെയുള്ള ചാർജാണെന്നും അഷ്ഹർ പറഞ്ഞു. 9 ലക്ഷം എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് GST ആണ്. അപ്പൊ തന്നെ അത് ഏകദേശം 7 ലക്ഷത്തോളമായി വന്നു. പിന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം അതിൽ 2 സംഭവങ്ങൾ നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്നതിന്, അതേപോലെ സെർവർ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ചാർജ് ഇൻക്ലൂഡിങ് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് GST കൂടി കൂടിയിട്ടാണ് ഈ പറയുന്ന ചാർജ്. കണക്കിലെ പൊരുത്തക്കേടുകൾ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ചെക്ക് മുഖേന ലഭിച്ച കണക്കുകൾ ഉൾപ്പെടെ കോൺഗ്രസ് പുറത്തുവിട്ടാൽ മാത്രമേ ഇതിൽ വ്യക്തത വരൂ. ന്യൂസ് മലയാളം, കോഴിക്കോട്.